ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും വെടിനിർത്താൻ ഇറാനോ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളോ തയ്യാറാകുന്നില്ല. ട്രംപിനെ സംബന്ധിച്ച് കടുത്ത നിരാശയും അമർഷവും അതിഭയാനകമായ തിരിച്ചടികളും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപും ഇറാനും തമ്മിലുള്ള യുദ്ധവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് ഒരു വശത്ത് നടക്കുന്നതെങ്കിൽ മറുവശത്ത് ഇസ്രായേലിന് വിനാശകരമായ തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇറാൻ ഒരു വശത്ത് മധ്യസ്ഥ ചർച്ചകളോട് മുഖം തിരിക്കുമ്പോൾ സ്ഥിതി ഗുരുതരമാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പിന്തുണ നൽകാൻ വേണ്ടി ഇറാനെയും പ്രോക്സി ഗ്രൂപ്പുകളെയും ഭയപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനും വേണ്ടി ഇസ്രായേൽ ലെബനനിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾ കണ്ട് ഭയന്ന് പിന്മാറുമെന്ന് കരുതിയ ഇറാൻ പക്ഷെ നേരെ തിരിച്ചാണ് പ്രതികരിച്ചത്. ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം തുടർന്നാൽ അതിഭയാനകമായ തിരിച്ചടികൾ ഹോർമൂസ് കടലിടുക്കിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒപ്പം ഇസ്രായേലിലും ചെങ്കടലിലും ഒക്കെ ഉണ്ടാകുമെന്ന് ഇറാൻ അതിരൂക്ഷമായി പ്രതികരിച്ചു. പക്ഷെ ആ പ്രതികരണത്തെ വില കുറച്ച് കണ്ടുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ലെബനനിലേക്ക് കടന്നാക്രമണം നടത്തി. ഇതോടെ ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വ്യാപകമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. ഒപ്പം ചെങ്കടൽ ഉടൻ തന്നെ അടച്ചുപൂട്ടുന്നതിനുള്ള നിർണായകമായ ചർച്ചകൾ ഹൂത്തികളുമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ എന്ന നിർണായകമായ വിവരവും പുറത്തു വരികയാണ്. ആ ഘട്ടത്തിലാണ് ഭയന്ന് വിറച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക, തലയൂരുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി ലെബനനിൽ വെടിനിർത്തൽ അങ്ങ് പ്രഖ്യാപിച്ചത്. അതായത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ചർച്ചകൾ നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രാഥമികമായ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല, വെടിനിർത്തൽ ആരംഭിച്ചിരിക്കുന്നു ലെബനനിൽ എന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇതോടെ ഞങ്ങൾ ഇനിയൊരു വെടിനിർത്തലിനില്ല, അമേരിക്ക പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് പുനരാരംഭിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. നോക്കുക, റോയിറ്റേഴ്സിൽ വന്നിരിക്കുന്ന വാർത്ത: ഹിസ്ബുള്ള റിജക്ട്സ് സീസ് ഫയർ പ്ലാൻ ഡിക്ലെയർഡ് ഇൻ വാഷിംഗ്ടൺ, ഇസ്രായേൽ കീപ്സ് അപ്പ് സ്ട്രൈക്സ് എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേൽ ലെബനിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു, വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള തള്ളുന്നു. അതോടൊപ്പം ഇസ്രായേൽ ലെബനനിലെ ഗ്രാമങ്ങളിലേക്കും ചെറുനഗരങ്ങളിലേക്കും ഒക്കെ സൈനിക വിന്യാസം ശക്തമാക്കിക്കൊണ്ട് അവിടെ ഒരു കരയുദ്ധം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ കരയുദ്ധത്തിന്റെ ആദ്യ പടി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അന്ന് വെച്ചാൽ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകും. ഇപ്പോൾ തന്നെ ഏതാണ്ട് 3600ഓളം പേർ ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ 3600 പേരിൽ ഭൂരിഭാഗവും ലെബനനിലുള്ളവരാണ്. ഇസ്രായേൽ സൈന്യത്തിൽ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ 3600ഓളം എത്തിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം പറയുന്നത്. വെറും 3 മാസം കൊണ്ടാണ് ഈ കണക്കുകൾ ഉണ്ടായിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലെബനനിലേക്ക് കടന്നുകയറി വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ ഇതോടകം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്, ഇറാന് വലിയ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. അതിനപ്പുറം നെതന്യാഹുവിന് തൻ്റെ പദവിയിൽ തുടരാൻ വേണ്ടി യുദ്ധം തുടർന്നേ മതിയാകൂ. അതുകൊണ്ട് അതിനുവേണ്ടി കൂടി ഈ യുദ്ധത്തെ ഉപയോഗിക്കുന്നു, ലെബനനിലേക്കുള്ള കടന്നുകയറ്റത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഹിസ്ബുള്ളയും വെറുതെ ഇരിക്കുന്നില്ല. വേണമെങ്കിൽ ട്രംപിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങി ഒരു വെടിനിർത്തലിന് കൈകൊടുത്ത് സമാധാനപരമായി ഹിസ്ബുള്ളയ്ക്ക് പിന്മാറാമായിരുന്നു. പക്ഷേ ഇറാന് നേരെ അമേരിക്ക വെല്ലുവിളികൾ തുടരുന്ന സാഹചര്യത്തിൽ, അമേരിക്ക ഇനിയും ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇറാനോടുള്ള ഐക്യപ്പെടൽ എന്ന നിലയിൽ കൂടി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3600ഓളം പേരെ ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തുമ്പോൾ ഹിസ്ബുള്ള തിരിച്ച് പകരം വീട്ടുന്ന വിധത്തിലേക്ക് വടക്കൻ ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണം ആരംഭിച്ചിരിക്കുന്നുവെന്നും ഇന്ന് രാവിലെ പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പശ്ചിമേഷ്യ അടുത്ത കാലത്തൊന്നും സമാധാനത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ്. കാരണം ഇറാനുമായി ഒരു യുദ്ധം നടക്കുമ്പോൾ ലെബനനോ അല്ലെങ്കിൽ പലസ്തീനോ ഒന്നും ചിത്രത്തിലുണ്ടായിരുന്നില്ല. ഇറാന്റെ ഭരണമാറ്റം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയി, അതുപോലെ തന്നെ
ഇറാന്റെ തന്ത്രപ്രധാനമായ പദവികളിലുള്ള നിരവധി ഉന്നതർ എന്നിവരെയൊക്കെ വധിച്ചപ്പോൾ അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചത് ഇറാൻ ഉടനടി കീഴടങ്ങും, അല്ലെങ്കിൽ ഇറാനിൽ ഉടനൊരു ഭരണമാറ്റം ഉണ്ടാകും, ഇറാനിൽ ഒരു പാശ്ചാത്യ നിയന്ത്രിത പാവ സർക്കാർ അധികാരത്തിൽ വരും, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരിച്ചതൊക്കെയും കൊണ്ടുപോകാം, അതുപോലെ എണ്ണപ്പാടങ്ങൾ കൈവശപ്പെടുത്താം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണക്കുകൂട്ടലുകൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിൽ നിന്നുള്ള ഭീതി, അവരേത് നിമിഷവും ആക്രമിച്ചേക്കുമെന്ന ഭീതി എന്നേക്കുമായി ഇല്ലാതാകും എന്നുള്ള ഏറ്റവും പരമപ്രധാനമായ ആശ്വാസവും ലക്ഷ്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാത്തിനെയും തകിടം മറിച്ചുകൊണ്ട് ഇറാൻ അതിശക്തമായി ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കുവൈറ്റ് എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയതായി വാർത്ത വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് കുവൈറ്റ് എയർപോർട്ടിലേക്ക് നടത്തിയ ആക്രമണം ഞങ്ങളല്ല നടത്തിയത്. കാരണം അങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സൈറനുകൾ മുഴങ്ങേണ്ടതാണ്. പുറമേ നിന്ന് ഇറാൻ കുവൈറ്റിൻ്റെ വ്യോമപാതയിലൂടെ അല്ലെങ്കിൽ വ്യോമാതിർത്തി ലംഘിച്ച് മിസൈലുകളോ ഡ്രോണുകളോ ഒക്കെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പാട്രിയോട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇറാന്റെ ഡ്രോണുകളെ ആക്രമിക്കേണ്ടതാണ്. ഇനി അതുണ്ടായില്ലെങ്കിലും കുറഞ്ഞപക്ഷം സൈറനുകൾ മുഴങ്ങേണ്ടതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ശബ്ദവും അവിടെ മുഴങ്ങിയില്ല. അങ്ങനെയാണ് ഇത്രയധികം അപകടങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടായത്, ഒരാൾ മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുവൈറ്റിൻ്റെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്ന ഒരു ആക്രമണമായിരിക്കാം. അതൊരു പക്ഷേ ഇറാന്റെ ഡ്രോണുകളെ ചെറുക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ വ്യോമ പ്രതിരോധ മിസൈലുകൾ ദിശ തെറ്റി ഈ എയർപോർട്ടിൽ വീണതായിരിക്കാം എന്നതടക്കമുള്ള പല കാര്യങ്ങളും ഇറാനും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു ഭീഷണി ഇറാന് നേരെ മുഴക്കിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സൈന്യം കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനികർ, ഇനി അമേരിക്കൻ സൈനികർക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഞങ്ങൾ ഇറാനു നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തും, ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് വീണ്ടും യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധം സജീവമായേക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിൻ്റെ നില അവിടെ പരുങ്ങലിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം US പ്രതിനിധി സഭയിൽ ഇന്നലെ US പ്രസിഡന്റിന്റെ അധികാരങ്ങൾ യുദ്ധവിഷയത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സായിരുന്നു. നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. അമേരിക്കൻ പ്രസിഡന്റിന്റെ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ, അതായത് ട്രംപിന്റെ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ട്രംപിനെതിരെ വോട്ട് ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് US പ്രതിനിധി സഭയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാനുമായി യുദ്ധം ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു യുദ്ധ നീക്കവുമായി മുന്നോട്ട് പോകണമെങ്കിൽ US കോൺഗ്രസിൻ്റെ അനുമതി ട്രംപ് വാങ്ങേണ്ടതുണ്ട്. അതിന് സെനറ്റിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇനി യുദ്ധം ചെയ്യണമെങ്കിൽ ട്രംപിന് US കോൺഗ്രസിൻ്റെ അനുമതി ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു അനുമതി നൽകാൻ US കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ തിരിച്ചു വിളിക്കേണ്ടി വരും, യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. ഇറാൻ പറയുന്നതൊക്കെ അവിടെ നടപ്പാകുന്ന സാഹചര്യവും ഉണ്ടാകും. ഇതെല്ലാം ട്രംപിന് വലിയ തിരിച്ചടികളായി ഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നടുക്കടലിൽ നിൽക്കുകയാണ് ട്രംപ്. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ ലെബനൻ നടത്തുന്നു. ലെബനനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ചുകൊണ്ട് അതുവഴി ഇറാനെയും അനുനയിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾക്ക് ഇസ്രായേൽ തുരങ്കം വയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം പാച്ച ചീത്ത വിളിച്ചിട്ടും നെതന്യാഹുവിന് ഒരു മാറ്റവുമില്ല. നെതന്യാഹു വീണ്ടും യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം ചേർന്ന് ട്രംപ് കുഴഞ്ഞു മറിഞ്ഞ പരുവത്തിലാണ് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് ട്രംപിന് ഒരു മനസ്സമാധാനവുമില്ല, ട്രംപിന് ഒരു രക്ഷയുമില്ല. എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഊരണമെന്ന് ട്രംപിന് അറിയുകയുമില്ല. അല്ലെങ്കിൽ എറിയുന്ന വടികളൊക്കെ തിരിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിലൊരു അനുനയത്തിലേക്ക്, തലയൂരിലേക്ക് ട്രംപ് പോയാൽ അതിനൊക്കെ ചുട്ട മറുപടിയും തിരിച്ചടിയും കൊടുത്തുകൊണ്ട് ട്രംപിൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കുകയാണ് ഇറാൻ. അങ്ങനെ യുദ്ധം തുടങ്ങി പരിപൂർണമായി കുടുങ്ങിയ ട്രംപ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഉഴറുകയാണ്. സ്വന്തം രാജ്യത്ത് നിന്നും വലിയ അവമതിപ്പ് ട്രംപിന് നേരിടുന്നു. ഏത് നിമിഷവും സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യതയും ഭീഷണിയായി മുന്നിൽ തെളിയുന്നു. ചരിത്രത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള നാണക്കേടുകളും അതുപോലെ സ്വന്തം രാജ്യത്ത് നിന്നുള്ള ചീത്തവിളികളും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ തള്ളിപ്പറയുന്നതുമൊക്കെ അനുഭവിക്കേണ്ടി വരികയാണ് ട്രംപ്. വെറുതെ ഇരുന്ന ഇറാനെ അങ്ങോട്ട് കയറി അടിച്ച് പശ്ചിമേഷ്യയും ലോകത്തെയും മുഴുവൻ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട ഇങ്ങനത്തെ ഒരു പ്രസിഡന്റ് അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ട്രംപിനെതിരെ വലിയ രോഷമാണ് ഉയരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ പോലും ട്രംപിൻ്റെ ഈ യുദ്ധക്കൊതിക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ട്രംപിന് ജയിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ഒക്കെ പണ്ടേ നഷ്ടമായി. ഇനി ലോകം മുഴുവൻ
തൻ്റെ തോൽവി അറിയാതെ ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിച്ച് തലയൂരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷെ അവിടെയും വലിയ തിരിച്ചടി ട്രംപിനെ തേടിയെത്തുന്നു. ഇസ്രായേൽ ആണെങ്കിൽ ലെബനനിലേക്ക് യുദ്ധം ചെയ്യുന്നു, അതിന് ശക്തമായ തിരിച്ചടികളും നേരിടേണ്ടി വരുന്നു. അപ്പോൾ മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നുള്ളത് വളരെ വളരെ അകലെയാണ് എന്ന ആശങ്കപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ചിത്രമാണ് ഇന്നും നമുക്ക് ലഭിക്കുന്നത്.